വാർത്തകൾ. വിശ്വവിഖ്യാത ചലച്ചിത്രകാരൻ സത്യജിത് റായിയുടെ 115ാമത് ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരം മാധ്യമ പഠന കേന്ദ്രം സംഘടിപ്പിച്ച് സത്യജിത് റായ് സ്മൃതി സായാഹ്നം 2026. ഏപ്രിൽ 28-ന് തിരുവനന്തപുരം പ്രസ് ക്ലബ് TNG ഹാളിൽ നടന്ന സത്യജിത് റായ് സ്മൃതി സായാഹ്നത്തിൽ വെച്ചു കവിയും ഗാനരചയിതാവും കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയുമായ K. ജയകുമാർ AS പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മുതിർന്ന ചലച്ചിത്ര നിരൂപകൻ MF തോമസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ചലച്ചിത്ര സെമിനാറിൽ മാധ്യമ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ T. ഷിറാസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സത്യജിത് റേ സിനിമ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ പ്രശസ്ത ചലച്ചിത്ര നിരൂപകനും ഗ്രന്ഥകാരനും മാധ്യമ അധ്യാപകനുമായ A. ചന്ദ്രശേഖർ സംസാരിച്ചു. സമയം വളരെ കുറവാണ്. പറഞ്ഞിരിക്കുന്ന വിഷയം എനിക്ക് ഇഷ്ടപ്പെട്ട സത്യജിത് റേ സിനിമ എന്നാണ്. അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ബൈച്ചേട്ടൻ മുതലുള്ളവർ പറഞ്ഞത്, ശങ്കരേട്ടനൊക്കെ പറഞ്ഞതുപോലെ എല്ലാ സിനിമയും സത്യജിത് റേയുടെ ഒരു സിനിമ പോലും ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല. പക്ഷെ എങ്കിലും കാലിക പ്രസക്തി നോക്കിയിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തെ അടയാളപ്പെടുത്തുമ്പോൾ ഏറെയൊന്നും പരാമർശിക്കപ്പെടാതെ പോയിട്ടുള്ള, പക്ഷെ പോസ്റ്റ് ട്രൂത്ത് എന്നൊക്കെ പറയുന്ന സത്യാനന്തരം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ കാലികവും വളരെ പ്രസക്തവും, ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് സത്യാനന്തരം എന്നൊക്കെ പറയുന്ന പദം പോലും ഉണ്ടാവുന്നതിന് മുൻപ് അത്തരമൊരു സാഹചര്യത്തെക്കുറിച്ച്, സത്യത്തിനപ്പുറം ഒരു അവസ്ഥയെക്കുറിച്ച് ചിത്രീകരിച്ച ഒരു സിനിമ ഗണശത്രു എന്ന് പറയുന്ന ഒരു സിനിമ. ഇബ്സന്റെ ഒരു നാടകത്തിൽ, എനിമി ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്ന ഒരു നാടകത്തിൽ നിന്നാണ് അദ്ദേഹം ആ സിനിമ സൃഷ്ടിച്ചത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വളരെ തീവ്രമായിട്ടുള്ളൊരു രോഗബാധയ്ക്ക് ശേഷം ഡോക്ടർമാർ വളരെ കർക്കശമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്ന ആരോഗ്യസ്ഥിതിയിൽ പൂർണ്ണമായും, ഏറെക്കുറെ പൂർണ്ണമായും ഇൻഡോറിൽ ചിത്രീകരിച്ച ഒരു സിനിമയാണ്. പക്ഷെ എന്നെ വളരെ അധികം ആകർഷിച്ച, ഇപ്പോൾ ഇവിടെ നേരത്തെ രാധാകൃഷ്ണൻ ചെറുവലിയൊക്കെ പറഞ്ഞ, ബൈച്ചേട്ടനൊക്കെ സൂചിപ്പിച്ചതുപോലെ പ്രത്യക്ഷ രാഷ്ട്രീയം പറയുന്നില്ല എന്ന് പറയുന്ന സത്യജിത് റേയെ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന, അങ്ങനെയല്ല എന്ന് പ്രതിഷ്ഠിക്കുന്ന, പ്രത്യക്ഷ രാഷ്ട്രീയം തന്നെ പറയുന്ന ഒരു സിനിമയായിട്ടാണ് ഗണശത്രു എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. സത്യം പറയാൻ ശ്രമിക്കുന്ന ഒരാളെ സമൂഹം, ജാതി, മതം എങ്ങനെ തടയുന്നു എന്ന്, അല്ലെങ്കിൽ വിശ്വാസം തുടങ്ങിയ സമൂഹവുമായി ബന്ധപ്പെട്ട്, സമുദായം തുടങ്ങി സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കമ്മ്യൂണിറ്റീസും കൂടി ചേർന്ന് സത്യം പറയാൻ ഉദ്യമിക്കുന്ന ഒരാളെ, അതും ജനങ്ങൾക്ക് ഹിതമാകേണ്ട, ജനങ്ങൾക്ക് ദ്രോഹമാകുമെന്ന് ഉറപ്പുള്ള ഒരു സത്യം വിളിച്ചു പറയാൻ ശ്രമിക്കുന്ന ഒരു ഡോക്ടറെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഗണശത്രു. നഗരത്തിലെ, ക്ഷേത്ര നഗരത്തിലെ വെള്ളം അതിൻ്റെ കാലപ്പഴക്കം കൊണ്ടുള്ള പൈപ്പ് പൊട്ടി മലിനസമായി, അതിൽ നിന്നാണ് ആ നഗരത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെടുന്നത് എന്ന് ആ വെള്ളം പരിശോധിച്ച് തെളിയിക്കുന്ന ഒരു ഡോക്ടർ. അദ്ദേഹത്തെ ആ ജലം ക്ഷേത്രത്തിലെ പുണ്യ തീർത്ഥമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടും മറ്റു ചില സാമൂഹിക അവസ്ഥകൾ കൊണ്ടും അത് പുറത്തു പറയാൻ അനുവദിക്കാതെ അദ്ദേഹത്തിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു വലിയ സംഘം. ആ സംഘത്തിൽ അദ്ദേഹത്തിൻ്റെ നേർ സഹോദരനുണ്ട്, അവിടുത്തെ ജില്ലാ അധികാരിയാണ്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ആ സത്യം, ജനങ്ങളുടെ ആരോഗ്യത്തെ കാർന്നു തിന്നുന്ന, ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു പ്രശ്നം, അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു സാധാരണക്കാരനായ ഡോക്ടർ നേരിടേണ്ടി വരുന്ന അന്തസംഘർഷങ്ങളും സമൂഹവും വ്യക്തിയുമായിട്ടുള്ള സംഘർഷങ്ങളും ആണ് അദ്ദേഹം ആ സിനിമയിൽ. സൗമിത്ര ചാറ്റർജി അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലെയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നായകൻ തന്നെയാണ് ആ വേഷം അവതരിപ്പിച്ചത്. പക്ഷേ പ്രത്യക്ഷ രാഷ്ട്രീയം പറയില്ല എന്ന ആരോപണത്തിൽ, അത്തരമൊരു ആരോപണം ഉന്നയിക്കപ്പെടുന്ന സത്യജിത് റേ തന്നെയാണ് തൻ്റെ അവസാന കാലഘട്ടത്തിൽ അത്രയും പ്രസക്തമായിട്ടുള്ള, ഒരുപക്ഷെ ഇന്നും പ്രസക്തമായിട്ടുള്ള മത രാഷ്ട്രീയം, രാഷ്ട്രീയം, അധികാര രാഷ്ട്രീയം തുടങ്ങിയവയ്ക്ക് എങ്ങനെ ഒരു വ്യക്തിയെ നിശബ്ദനാക്കാൻ
കൈകോർക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിനിമയാണ്. ആ അർത്ഥത്തിൽ ഇന്നും പ്രസക്തമാണ്, ഇനിയും പ്രസക്തമായിരിക്കും ആ സിനിമ എന്നുള്ളത് കൊണ്ടാണ് ആ സിനിമയെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സിനിമയെ ഒക്കെ കാണാനും സത്യജിത് റായ് എന്ന് പറയുന്ന ആ വലിയ പൊക്കമുള്ള, അക്ഷരാർത്ഥത്തിൽ പൊക്കമുള്ള, അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് പൊക്കമുള്ള ആ മനുഷ്യനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിട്ട് കാണാനും ഈ പറഞ്ഞ സിനിമയടക്കം കാണാനും അവസരമുണ്ടാക്കി തന്ന ആളിവിടെ വേദിയിൽ സദസ്സിലിരിപ്പുണ്ട്. കൃഷ്ണമൂർത്തി സാറിൻ്റെ സൂര്യയാണ് ഞങ്ങളെ പോലെയുള്ളവർക്ക് ആ അവസരം ഉണ്ടാക്കി തന്നത്. അതുകൂടി ഓർത്തുകൊണ്ട് ഈ സിനിമയെക്കുറിച്ച് പറയാൻ അവസരം തന്ന മാധ്യമ പഠന കേന്ദ്രത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു.